ഡെലെ കാർണഗി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് ഇംഗ്ലീഷിൽ. കർണേജ് എന്നും പറയാറുണ്ട് കേട്ടോ ആ പേര്. അപ്പോൾ അദ്ദേഹം ഭയങ്കര മോട്ടിവേഷണൽ പുസ്തകങ്ങൾ എഴുതുന്ന ആളാണ്, കേട്ടിട്ടുണ്ടോ ഒരുപക്ഷെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത്, അദ്ദേഹം എബ്രഹാം ലിങ്കനെ കുറിച്ച് ഒരു റേഡിയോയിൽ പ്രസംഗിച്ച്. അപ്പോൾ ഒരു ലേഡി അദ്ദേഹത്തിന് കത്തെഴുതി, നിങ്ങൾ പറഞ്ഞതൊക്കെ കുറേ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞിട്ട്, ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട്. അപ്പോൾ അദ്ദേഹം അപ്പം തന്നെ ഇരുന്നിട്ട് അതിന് മറുപടി എഴുതി, അതിലേറെ ദേഷ്യത്തിൽ. ഓക്കെ, എന്നിട്ട് അത് കത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിയുടെ സെക്രട്ടറിക്ക് കൊടുത്തപ്പോഴേക്ക് സെക്രട്ടറി വീട്ടിൽ പോയി. അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നാളെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ വരെ അത് എടുത്തു വെച്ചു. പിറ്റേ ദിവസം അത് കത്ത് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന നിമിഷം അദ്ദേഹം ആലോചിച്ചു, ഒന്ന് വായിച്ചു നോക്കിയല്ലോ. അപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത്രയൊന്നും വേണ്ട. അങ്ങനെ കുറേ കാര്യങ്ങൾ വെട്ടി. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, 12 മണിക്കൂർ കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായില്ല, എന്നാൽ കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം, എങ്ങനെ ഉണ്ട് നോക്കാമെന്ന്. അങ്ങനെ പിറ്റേന്നും അതേപോലെ ചെയ്തു. 7 ദിവസങ്ങളോ മറ്റോ കഴിഞ്ഞിട്ടാണ് ഈ കത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം പറയുക, ആ കത്ത് ഒരു സുഹൃത്തിന് മറ്റൊരു സുഹൃത്ത് അയക്കുന്നത് പോലെ മനോഹരമായിരുന്നു. അതാണ് കാത്തിരിക്കാനുള്ള ഒരാളുടെ ഒരു കാത്തിരുന്നാൽ ചിലപ്പോൾ പലതും മാറുമായിരുന്നു. ഒന്ന് പറയാൻ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ വാക്ക് കുറച്ചുകൂടെ സ്വഭാവം മാറുമായിരുന്നു.